ഓരോ വിജയത്തിന് പിന്നിലും ഒരു കഥയുണ്ടാകും അല്ലേ? അത് കഷ്ടപ്പാടിൻ്റെയോ കഠിനാധ്വാനത്തിൻ്റെയോ മനോധൈര്യത്തിൻ്റെയോ ഒക്കെയാകാം. എന്നാൽ കൺവിക്ഷൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിത കഥയാണ് നിങ്ങളോട് ഞാനിന്ന് പറയാൻ പോകുന്നത്. 5000 രൂപയുടെ ആദ്യ നിക്ഷേപത്തിൽ നിന്ന് $5 ബില്യൺ സമ്പന്നതയിലേക്ക് വളർന്ന രാകേഷ് ജുൻജുൻവാല എന്ന മനുഷ്യന്റെ കഥ. മുംബൈയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസറുടെ മകനായാണ് രാകേഷ് ജനിച്ചത്. അതിനാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും ആ വീട്ടിലൊരു സംസാര വിഷയമായിരുന്നു. പതിയെ പതിയെ അവനിലും ആ മേഖലയിൽ ഒരു താല്പര്യം വളർന്നു വന്നു. അവിടെയാണ് രാകേഷ് ജുൻജുൻവാല എന്ന ബില്യണയർ ഇൻവെസ്റ്ററുടെ തുടക്കം. 1985 കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു രാകേഷ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുന്നത്. വെറും 5000 രൂപയായിരുന്നു ആദ്യത്തെ നിക്ഷേപം. അത് അത്ര വലിയ തുകയൊന്നുമായിരുന്നില്ല. പക്ഷേ രാകേഷിന് ഉയരങ്ങൾ കീഴടക്കുവാൻ അത് മതിയായിരുന്നു. ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഫ്രീ ആയി പോലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. അക്കാലത്ത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പലരെയും പോലെ വെറുതെ ഊഹത്തിന്റെ പുറത്ത് നിക്ഷേപിക്കുവാൻ രാകേഷ് ഒരുക്കവുമായിരുന്നില്ല. ഏറെ റിസർച്ച് ചെയ്തു, മാർക്കറ്റിലെ ട്രെൻഡുകൾ പഠിച്ചു, വിലയിരുത്തി, കമ്പനികളുടെ ഭാവി സാധ്യതകളെ പറ്റി ആലോചിച്ചു. അങ്ങനെ അളന്നു മുറിച്ചായിരുന്നു ഓരോ നിക്ഷേപങ്ങളും. രാകേഷ് എടുത്ത തീരുമാനങ്ങളെല്ലാം പൊന്നായി മാറി. ടാറ്റ ടീയിലെ നിക്ഷേപത്തിനായിരുന്നു ആദ്യത്തെ നേട്ടം. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ സ്റ്റോക്ക് പ്രൈസ് 3 മടങ്ങായി വർദ്ധിച്ചത് രാകേഷിന് ആത്മവിശ്വാസം നൽകി. ഇനിയും നിക്ഷേപിക്കുവാൻ, കൂടുതൽ റിസ്ക് എടുക്കുവാൻ. പിന്നീട് ടൈറ്റാൻ, ക്രിസിൽ, ലുപ്പിൻ, എസ്കോട്ട്സ് മുതലായ കമ്പനികളെല്ലാം നിക്ഷേപിച്ചു. ഇവയിൽ മിക്കതും അക്കാലത്ത് അത്ര വലിയ നേട്ടത്തിനൊന്നുമായിരുന്നില്ല. എന്നാൽ രാകേഷ് എല്ലാവരെയും ഒരു ചുവട് മുന്നിലായിരുന്നു. ഹി ട്രസ്റ്റഡ് ഹിസ് ഓൺ ജഡ്ജ്മെന്റ് മോർ ദാൻ ദ നോയ്സ് ഓഫ് ദ മാർക്കറ്റ്. ക്ഷമയോടെയും കൺവിക്ഷനോടെയും സമീപിച്ചാൽ മാർക്കറ്റ് അതിനുള്ള പ്രതിഫലം നൽകുമെന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. നഷ്ടങ്ങളെ ഭയന്നില്ല. അത് വലിയൊരു ജേണിയുടെ പാർട്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ തകർച്ചയിൽ എന്നും പതറാതെ നിന്നു. ഇന്ത്യൻ എക്കോണമിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതീക്ഷ അത്രത്തോളമായിരുന്നു. സമ്പന്നതയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം സ്വപ്നം കാണുന്നത് നിർത്തിയിരുന്നില്ല. അവസാന കാലത്ത് വലിയ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് അദ്ദേഹം ആകാശ എയർന്ന എയർലൈൻ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. ഏതൊരു ശരാശരി മനുഷ്യനും വിശ്രമം ആഗ്രഹിക്കുന്ന വേളയിലും രാകേഷിനകത്തെ സ്പിരിറ്റ് അണഞ്ഞില്ല. അല്ലെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ലല്ലോ. ഒരു ഇൻവെസ്റ്റർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു ചിന്തകരെന്നോ പലരുടെയും വഴികാട്ടി എന്നോ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ സമയങ്ങളിലൊക്കെയും ഹി സ്റ്റുഡ് ഗ്രൗണ്ടഡ്. ഉയരത്തിലാണെങ്കിലും വിനയം കൈവിട്ടില്ല. രാകേഷിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ പണക്കാരനായി ജനിക്കണമെന്നോ എല്ലാവരെയും മികച്ച കഴിവുകൾ ഉണ്ടാകണമെന്നോ ഇല്ല. യു ജസ്റ്റ് നീഡ് ടു ബി ബോൾഡ്, ഇൻഫോംഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് റെഡി ടു ട്രസ്റ്റ് യുവർ വിഷൻ ഈവൻ വെൻ അതേഴ്സ് ഡോണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ മറ്റാർക്കാണ് അതുണ്ടാവുക? ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നാളെ നിങ്ങൾക്കും രാകേഷിനെ പോലെ തലമുറകളുടെ പ്രചോദനമായി വളരാൻ പറ്റട്ടെ. വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.